child, holy infant, so tender and mild, sleep in heavenly peace, sleep in heavenly peace. Silent night, holy night, shepherds quake at the sight, glory stream from heaven afar, heavenly hosts sing hallelujah, Christ the Savior is born, Christ the Savior is born. Christ the Savior is born. ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് 1818 ഓസ്ട്രിയയിലെ ഒബൻഡോഫ് എന്ന ചെറിയ ഗ്രാമത്തിലെ വികാരി അച്ഛൻ ഫാദർ ജോസഫ് മോർ വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം പിറ്റേ ദിവസം പാതിര കുർബാനയ്ക്ക് പാടാൻ നല്ലൊരു ക്രിസ്മസ് ക്യാരലില്ലാത്രേ. അപ്പോൾ അദ്ദേഹം എഴുതിയ കുറച്ച് പാട്ടുകൾ ചികഞ്ഞു നോക്കി. അതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുമായി വരികളുമായി അദ്ദേഹം നേരെ ചെന്നത് തൊട്ടടുത്തുള്ള സ്കൂളിൽ മ്യൂസിക് ടീച്ചറായ ഗ്രൂബർ സാറിൻ്റെ അടുത്താണ്. പിന്നീട് നടന്നത് ചരിത്രമാണ്. പിറ്റേ ദിവസത്തെ പാതിര കുർബാനയ്ക്ക് ഈ ഗാനം ആദ്യമായി ലോകം കേട്ടു. പിന്നെ നോക്കുവാണെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട ഗാനവും ഇത് തന്നെ. സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗാനം സൈലന്റ് നൈറ്റ്. ഇന്ന് ഈ ഒരു രാത്രിയിൽ സ്വർഗത്തിൻ്റെ രാജകുമാരൻ ഭൂമിയിൽ പിറക്കുന്നത് ആഘോഷിക്കുന്ന ഷാലോം കുടുംബത്തിൻ്റെ ഈ നടുവിൽ ഈ ഒരു ഗാനം നമുക്കായി പാടിയത് ആ പ്രിയപുത്രൻ്റെ പ്രതിപുരുഷനായ ഒരു നവവൈദികൻ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ യുവാക്കളുടെ ഇടയിൽ തരംഗമായ ഈശോയുടെ ചങ്കെടുപ്പായ സച്ചിൻ കപ്പൂച്ചനച്ചൻ. അച്ഛാ, താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിയതിനും. തിരുപ്പട്ടം സ്വീകരിച്ചതിനു ശേഷമുള്ള അച്ഛൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമാണ്. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങൾ? എന്തെല്ലാമാണ് ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് അല്ലേ? വേറെ ഏതൊരു തിരുനാൾ പോലെ അല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്, പ്രത്യേക ഒരു അനുഭവമാണ് ക്രിസ്മസ്. എല്ലാവർക്കും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഒരു പുരോഹിതനായതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഇതുവരെയും ഇങ്ങനെ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ പാതിരാ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഇത്തവണ ഞാനൊരു പാതിരാ കുർബാന അർപ്പിക്കുമായിരിക്കും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടുണ്ട്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് എന്നും അവന് ക്രിസ്മസ് ആണല്ലേ. കാരണം ഓരോ പരിശുദ്ധ ബലിയിലും അവൻ്റെ കരങ്ങളിലൂടെ ഈശോ ഈ ലോകത്തിൽ വീണ്ടും ജനിക്കുകയാണ്. എങ്കിലും ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ്. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് പാതിരാ കുർബാനയ്ക്കുള്ള പോക്ക് തന്നെയാണ്. ഞങ്ങളുടെ പള്ളിമുറ്റത്ത് ഇങ്ങനെ ക്രിസ്മസ് ട്രീ മത്സരമൊക്കെ ക്രിസ്മസിൻ്റെ തലേന്ന് വൈകിട്ട് നടത്തും.
അപ്പോൾ പള്ളിയുടെ മുറ്റം നിറയെ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീകളായിരിക്കും. ഭയങ്കര ഭംഗിയുള്ള ക്രിസ്മസ് ട്രീകളൊക്കെ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ രാത്രിയത്തെ കുർബാനയും പാട്ടുകളും അതുപോലെ തന്നെ ഉണ്ണീശോയെ ചുംബിക്കുന്നതും എല്ലാം മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. പക്ഷെ എനിക്ക് ചെറിയ കുഞ്ഞു സങ്കടങ്ങളും കൂടി ഇതിൻ്റെ ഒപ്പമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ പാതിര കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പം കിടക്കാൻ പോവും. കിടക്കുന്നതിന് മുമ്പേ അമ്മയോട് പറയും, മമ്മി എന്നെ 11 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിക്കണം, നമുക്ക് കുർബാനയ്ക്ക് പോകണം. ഭയങ്കര ഉത്സാഹമാണ്, ഭയങ്കര ആവേശമാണ്. പക്ഷെ മമ്മി വിളിക്കുമ്പം ഞാൻ എഴുന്നേക്കത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഇങ്ങനെ ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. പിറ്റേന്ന് രാവിലെ സുബോധം വരുമ്പോഴാണ് ഞാൻ ചോദിക്കുക, എന്നെ എന്താ പള്ളി വിളിക്കാണ്ടിരുന്നത്, പള്ളി കൊണ്ടുപോകാണ്ടിരുന്നത്, നിങ്ങൾ കാരണം എനിക്ക് പാതിര കുർബാന മിസ്സായെന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ നിന്നെ ഒരുപാട് തന്നെ വിളിച്ചു, പക്ഷെ നീ എഴുന്നേക്കാത്തതാണ്. അപ്പം ഇങ്ങനെ കുറേ അധികം പാതിര കുർബാനകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഉണ്ണീശോയെ ചുംബിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഒരു ക്രിസ്മസിൻ്റെ അന്നാണ്. അതെനിക്ക് മിസ്സായി പോയിട്ടുണ്ട് പല വർഷങ്ങളും. അപ്പം ഇപ്പം നമുക്ക് ഉണ്ണീശോയെ, പൈതലായ ഈശോയെ ചുംബിക്കുന്നതിനെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള പഴയ പാട്ടൊന്ന് പാടിയല്ലോ. തീർച്ചയായും ഈ ഒരു പാട്ട് പാടാൻ മേഘ തന്നെ നമ്മുടെ കൂടെയുണ്ട്. പൈതലാമീശോയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ഗാനമാണ്. ജാതി മതഭേദമന്യേ ആരോടാണെങ്കിലും നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു സോങ് പറയുകയാണെങ്കിൽ പൈതലാമീശോയെ ആ പാട്ട് പാടാവോ എന്ന് ആദ്യം ചോദിക്കുന്നത്. ഞാൻ സിംഗിങ്ങിലേക്ക് വന്ന എൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് ക്വയറാണ്. അപ്പം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ ഷാഡോ ചെയ്ത് നിൽക്കും. അപ്പം സീനിയർ സിംഗേഴ്സ് ഇതിങ്ങനെ പാടുന്നത് കേൾക്കുമ്പം ഭയങ്കര കൊതിയും ആഗ്രഹമൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് അസൂയുണ്ടായിരുന്നു. അന്ന് ഇവർ നമുക്ക് അത് പാടാനൊരു അവസരം തരുന്നില്ല എന്നൊക്കെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്കും ആ ക്വയറിൽ ഈ പാട്ട് പാടാൻ പറ്റി. അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ പാട്ട് പാടുമ്പം കൊച്ചിലെയുള്ള ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം എപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ട് വീണ്ടും ഇവിടെ ഒന്ന് പാടാം അല്ലേ? തീർച്ചയായും. Mm-hmm.
ഈയിടെ ഇതിൻ്റെ സംഗീത സംവിധായകനായ പനക്കൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുകയുണ്ടായി. എല്ലാ സോങ്ങിൻ്റെ പുറകിലും ഒരു കഥയുണ്ട്. അവരൊത്തിരി ഹേർഡിൽസ് കഴിഞ്ഞിട്ടാണ് ഓരോ കമ്പോസിഷനും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അച്ഛന് ഇതിൻ്റെ ഒരു എന്ത് ആശയമായിരിക്കണം ഈ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ഉണ്ടാവേണ്ടതെന്ന് അച്ഛൻ കുറേ ആലോചിച്ചു. അങ്ങനെയാണ് അച്ഛൻ ഈ ഒരു ചിത്രം മനസ്സിൽ വന്നത്. കാലിത്തൊഴുത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഔസേപിതാവിൻ്റെയും ആട്ടിടയരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈശോയ്ക്ക് പാടിക്കൊടുക്കുന്ന ഒരു താരാട്ട് പാട്ട്. ഈ ഒരു റിഫ്ലക്ഷൻ കേട്ട് കഴിഞ്ഞപ്പം പിന്നീട് ഈ പാട്ട് കേൾക്കുമ്പോഴും അതുപോലെ പാടുമ്പോഴും ആ ഒരു ഫീലിംഗ് ആണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ കഥകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ക്രിസ്മസ് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ഒരു അനുഭവമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ മേഘ ഈ പൈതലാമേശുവെ ആ ഒരു പാട്ട് പാടിയപ്പോൾ ശരിക്കും എൻ്റെ ബാല്യത്തിലെ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിങ്ങനെയാണ്, നമുക്കറിയാം കരോള് എപ്പോഴും നമ്മുടെ തലേദിവസം നമ്മുടെ വീട്ടിൽ വരും. അപ്പം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ കരോളുകാർ വരുന്നത് എപ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ്. ഉണ്ണീശോയും ക്രിസ്മസ് പപ്പയും ബലൂണും മുട്ടായി ഒക്കെ ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി അംഗങ്ങളുണ്ട്, മക്കൾ ഞങ്ങൾ 6 പേരാണ്. അപ്പം വല്യമ്മ അല്ലെങ്കിൽ വല്യപ്പൻ, അപ്പ, അമ്മ ഒക്കെയാണ്. അപ്പം ലാസ്റ്റ് നമ്പറാണ് ഞാൻ. അപ്പോൾ ഈ ഉണ്ണീശോനെ ഒരു പ്ലേറ്റിലൊക്കെയാണ് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് ഫുൾ ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് അലങ്കരിച്ച് ഉണ്ണീശോ അതിനകത്ത് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ശരിക്കും അവരെല്ലാം ഉണ്ണീശോയെ ഉമ്മ വെച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടുക. അപ്പോൾ അവരെല്ലാം പെട്ടെന്ന് ഉമ്മയൊക്കെ വെച്ച് തരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ആ പ്ലേറ്റോട് കൂടി ഇങ്ങനെ എടുത്ത് എനിക്ക് ഒരു ഉമ്മയൊന്നും വെച്ച ഒരു തൃപ്തിയാവുകയില്ല. അപ്പം ഞാൻ ഉണ്ണീശോനെ കൊണ്ട് ശരിക്കും എന്താ പറയുക, നമ്മുടെ വീട്ടിലെ വേറെ ഏതെങ്കിലും ഒരു റൂമിലേക്ക് പോകും. അപ്പം കുറേ സമയം ഇങ്ങനെ ഉണ്ണീശോനെ ഉമ്മ വെക്കും. അപ്പം അമ്മ പറയും, മോളെ കരോളുകാർ പോകാനായി തിരിച്ചു കൊടുക്ക് എന്ന് പറയും. അപ്പം ശരിക്കും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഉമ്മ വെച്ച് ഉണർത്തുക എന്ന് പറഞ്ഞതുപോലെ. അപ്പം മേഘ പാട്ട് പാടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതാ വന്നത് ശരിക്കും. അപ്പം അവരനുഭവം ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ശരിക്കും. താങ്ക് യു. ദീപ ആ രണ്ടിലും ജസ്റ്റ് ഒന്ന് പാട്, ആ ഓർമ്മ പറഞ്ഞിട്ട്. ദീപ നല്ലൊരു സിംഗറും കൂടെയാണ്. പൈതലാ യേശുവേ തകർത്ത്. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ കാണാം ഉണ്ണീശോ ഇങ്ങനെ അമ്മയുടെയും ഔസേപിതാവിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായി ഈ പാട്ടൊക്കെ കേട്ട് ഈ തണുപ്പുള്ള രാത്രിയിൽ നല്ല സുഖമായി കിടന്നുറങ്ങുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നതും ഇതുപോലെ ആകാനാണ്, ഇതുപോലെ ഒരു കുഞ്ഞാകാൻ, ഇതുപോലെ മറ്റൊരു ക്രിസ്തുവായി മാറാൻ. നമുക്ക് വേണ്ടത് ഒരു ചേഞ്ച് ഓഫ് വ്യൂ ആണ്, ഒരു ചേഞ്ച് ഇൻ ആർ പോയിന്റ് ഓഫ് വ്യൂ. ഈ ഒരു ക്രിസ്മസ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കെല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് കുഞ്ഞാവാം, ഈശോയെ പോലെ കണ്ണും പൂട്ടി അമ്മയുടെയും അപ്പൻ്റെയും അടുത്ത് എല്ലാ ടെൻഷൻസും വിട്ട്
ഒരുപാട് സ്നേഹത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ, ഒരു ടെൻഷനുമില്ലാതെ നമ്മുടെയൊക്കെ കാവൽ മാലാഖമാർ നമ്മളെ സഹായിക്കാൻ ചുറ്റുമുണ്ട് എന്ന ബോധ്യത്തിൽ നമുക്കും പാടാം. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ. രാജരാജൻ മയങ്ങുന്നു. മയങ്ങുന്നു. ഓ കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ. താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. ഓ കാവൽ മാലാഖമാരെ ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലി തൊട്ടിലല്ലേ. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലി തൊട്ടിലല്ലേ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ. താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. ഓ കാവൽ മാലാഖമാരെ ഉറങ്ങ് ഉറങ്ങ്. ശരിക്കും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം എല്ലാവരും ഇപ്പോൾ ഒരേ മൂഡിലുള്ള ഒരു അനുഭവമാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിലുള്ള ഫസ്റ്റ് പാട്ടാണ് ഈ കാവൽ മാലാഖമാരെ. ഇപ്പോൾ ഞാൻ ഈ BGM നമുക്ക് കീബോർഡിൽ പ്ലേ ചെയ്യുമ്പം പെട്ടെന്ന് ഞാൻ അതിൻ്റെ BGM ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കാരണം എല്ലാം ലൈവ് ഇൻസ്ട്രുമെൻസ് ആണ്. കാരണം ഫ്ലൂട്ടുണ്ട്, വയലിൻസ് ഉണ്ട്, അതുപോലെ തബല, ഇതൊക്കെ അവർ വലിയൊരു ആഘോഷമായിട്ടായിരിക്കും ഒരു പക്ഷേ വായിച്ചിട്ടുണ്ട് ആ സമയത്ത്. എനിക്ക് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയത് ആ ഒരു ജീവൻ തുടിക്കുന്ന മ്യൂസിക്കാണ്. കാരണം ഇന്നും ഈ പാട്ടുകൾ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനകത്ത്.
വയലിൻ വായിച്ച ആളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ ചിലപ്പം പാട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഒരു അധ്വാനം അതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ഇതെല്ലാം ഒരുമിക്കുമ്പോഴാണ് ഇത് ഭംഗിയാകുന്നത്. ഇപ്പോൾ എപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആ പഴയ നമ്മൾ പണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലൊന്നും അങ്ങനെ കേൾക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് കോളാമ്പിയിലാണ് കേൾക്കുക, കോളാമ്പി മൈക്ക് ആ ഇതിലാണ് കേൾക്കുന്നത്. അപ്പം അതിൽ ഈ സ്പീക്കറിൽ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഇന്നും നമ്മുടെ മനസ്സിൽ ആ സംഭവമുണ്ട്. ഇന്നിപ്പോൾ എത്ര ഡിജിറ്റൽ വളർന്നെന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മുടെ മനസ്സിനെ ആ ഒരു പഴമയിലോട്ടും അല്ലെങ്കിൽ ഒരു വലിയൊരു അനുഭവത്തിലോട്ട് കൊണ്ടുവന്നത് ആ മ്യൂസിഷ്യന്മാരുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ്. ഇനിയിപ്പം നമുക്കൊരു ചെറിയൊരു സ്വിച്ചിങ് കർമ്മമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ 80s ഉണ്ട്, 90s ഉണ്ട്, 2Ks ഉണ്ട്. ഇപ്പോൾ അവർക്ക് ചെറിയൊരു വിഷമം അല്ലേ ഗസലേ? അതെ കേട്ടോ, ഞാൻ കുറേ നേരം ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ മൊത്തം സ്ലോ അങ്ങനത്തെ പാട്ട് മെലഡീസ് ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വൈബിന് പറ്റിയ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു ആഘോഷമാണല്ലോ, അടിച്ചു പൊളിക്കുക, നമുക്കൊക്കെ അതാണ് അടിച്ചു പൊളിക്കുക, അതൊക്കെയാണ്. അപ്പം നമുക്ക് വേണ്ടി ഒരു അടിച്ചുപൊളി ജിൽ ജിൽ സോങ്. അപ്പോൾ അതാണ് എല്ലാവരുടെയും കൂടെ ഒരു ആഘോഷമാണ്. നമുക്ക് എല്ലാ കാലഘട്ടത്തിലുള്ള ഒരിക്കലും ഒരു കാലഘട്ടത്തിൻ്റെ മാത്രമല്ല ക്രിസ്മസ്, ഇനി വരാൻ പോകുന്ന തലമുറയുടെയും കൂടെയാണ് ക്രിസ്മസ്. പക്ഷേ നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ? റെഡി? ഓക്കെ, യെസ് അല്ലേ? വരാം. അപ്പോൾ അച്ഛനും കൂടെ അതിനോട് ജോയിൻ ചെയ്യണം. കാരണം ഈ പാട്ട് ഞങ്ങൾ എടുക്കാൻ കാരണം അച്ഛൻ്റെ റീൽസ് കണ്ടിട്ടാണ്. അത് ഒരുപാട് ഹിറ്റായിട്ടുണ്ട്. ശരിക്കും ഞങ്ങളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ റീൽസ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഈ പാട്ടും കൂടെ ഒന്ന് ഇതിനകത്ത് എടുത്താലോ എന്ന് പ്ലാൻ ചെയ്തു. അടിച്ചു പഠിക്കുക. ഓക്കെ, ഗസൽ. ഓക്കെ, റെഡി അല്ലേ? ശരി, റെഡി. ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. താരകൾ പുഞ്ചിരി തൂകി കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാ, എന്നും ആഘോഷമുണരുകയാ. രാജാതിരാജനേ എന്റെ മാർഗദീപമേ, എൻ ജീവനാഴയിൽ ചൈതന്യമാകണേ. പുൽക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. പൊട്ടാത്തു കുത്തി കമ്പിത്തിരി മത്താപ്പു റോക്കറ്റ് ചെമ്പൂത്തിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയാണിട്ട്
കാലിട്ടടിക്കുകയാ, എന്നും ആഘോഷമുണരുകയാ. അവർ പള്ളിക്കച്ചയാണെങ്കിട്ട് കണ്ണു ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാ, എന്നും ആഘോഷമുണരുകയാ. വാവ്. പുതിയ ജനറേഷന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൈബ് അടിപൊളി. ഇപ്പത്തെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കരോളുകൾക്കൊക്കെ ഈ ഒരു അടുത്ത വർഷങ്ങളിൽ പാടി തകർത്തൊരു പാട്ടാണെന്ന് തോന്നുന്നു. ഗപ്പി എന്ന് പറയുന്ന സിനിമയില് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു കിടിലം പാട്ടാണ്. ക്രിസ്മസിനൊക്കെ നമ്മുടെ കരോളുകൾക്കൊക്കെ പിള്ളേരൊക്കെ തുള്ളി ചാടി മറിഞ്ഞ് തകർത്തൊരു പാട്ടാണ്. നമ്മളിങ്ങനെ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ക്രിസ്മസ് പാപ്പമാരൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഈ പാട്ടിന് ചുവട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പാട്ടാണ് നമ്മുടെ ഗസലിലൂടെ നമ്മൾ കേട്ടത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. സച്ചിനച്ച ഗസലും അച്ഛനും മറ്റു ടീമംഗങ്ങളും ഒക്കെ പാടിയപ്പോൾ എൻ്റെ പഴയ ഓർമ്മകളിലേക്കാണ് ഞാൻ പോയത്. നമ്മൾ എൻജോയ് ചെയ്ത് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാമെന്നുള്ളൊരു ഇത് ഈ പാട്ടിനകത്തുണ്ട്. ഈ പാട്ടിനകത്ത് നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആഘോഷങ്ങളുടെ ഫെസ്റ്റിവലുകളെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു മനോഹരമായ പാട്ടാണിത്. ഞാനിത് ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഗപ്പി സിനിമ ഞാൻ കൊച്ചി ലുലു മാളിൽ നിന്ന് കണ്ടപ്പോൾ ആ ഒറ്റ കേൾവിയിൽ തന്നെ ഈ പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ആ സമയങ്ങളിൽ എൻ്റെ ഓർമ്മകൾ പഴയ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് പോയായിരുന്നു. കാരണം ആ സമയങ്ങളിൽ ഞാനൊരു തീരദേശത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഈ ക്രിസ്മസ് കാലം വന്നാൽ പിന്നെ ഗ്രൂപ്പായിട്ട് കൊച്ചു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഇന്ന് കരോള് കളിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു ഗ്രൂപ്പ് പോയാൽ പെട്ടെന്ന് അടുത്ത ഗ്രൂപ്പ് വരും. പിന്നെ കരോൾ സംഘത്തോടൊപ്പം ഞാനും പോകാൻ തുടങ്ങി. അന്നൊക്കെ പാടുന്ന പ്രധാനപ്പെട്ട പാട്ടുകൾ ശാന്തരാത്രി, തിരുരാത്രി എന്ന് തുടങ്ങുന്ന പാട്ടുകൾ, പിന്നെ യഹൂദിയായിലെ, ഇങ്ങനത്തെ പഴയ എവർഗ്രീൻ സോങ്ങുകളാണ് ആ സമയത്ത് പാടുന്നത്. പിന്നീട് ഈ പാട്ട് വന്നപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ട്രെൻഡായിട്ട് മാറി. പഴയ ഓർമ്മകളും ഇപ്പോഴത്തെ ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ജോവൻ പറഞ്ഞതുപോലെ ചിലതൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എങ്കിൽ പോലും ആ ഓർമ്മകളിലേക്ക്, പഴമയിലേക്ക് ഈ കൊണ്ടുപോകാനായിട്ട്, തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ പാട്ട് ഒരുപാട് സഹായമായിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒറിസയിലൊക്കെ മിഷൻ ചെയ്യുന്ന ഒരു വൈദികൻ പറഞ്ഞു കേട്ടതാണ്, അവിടെയൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങളാണ്. അവിടെ ഇങ്ങനെ ഒരുപാട് പുൽക്കൂടുകളൊന്നുമില്ല, ഒരൊറ്റ പുൽക്കൂടുള്ളൂ. അത് ആ ദേവാലയത്തിലെ പുൽക്കൂടാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവർ കൃഷി ചെയ്യുന്ന അരിയും പരിപ്പും പയറൊക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഈ 24-ാം തീയതി പാതിരാ കുർബാനയ്ക്ക് മുമ്പ് 2 ദിവസം മുമ്പ് അവർ താമസിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങും. 2 ദിവസത്തെ ആഹാരത്തിനുള്ളത് അവർ കരുതും. എന്നിട്ട് ഇവരെല്ലാവരും ഈ ദേവാലയത്തിന് ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ ടെൻറ്റ് കെട്ടി അവിടെ കഴിയുക. എന്നിട്ട് ഈ 24th രാത്രി ഈ പാതിരാ കുർബാനയ്ക്ക് ഒരാഘോഷമാണ്. ഒരുപക്ഷെ മറ്റ് പലരെയും വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ലായിരിക്കാം, ധനമായും സമ്പത്തായും എല്ലാം. പക്ഷെ അവിടെ കാണുന്നത് ഈ ഒരു ഒരുമയാണ്, ഒന്നാകലാണ്. ഈ ഒരു വില്ലേജ് മുഴുവനും ഒരുമിച്ച് ഒരു കെട്ടായി ഒരു മനസ്സോടെ ദേവാലയത്തിൽ ആ ഒരു ഒറ്റ പുൽക്കൂടിന് മുമ്പിൽ ഒരു കുടുംബമായി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതല്ലേ ശരിക്കും ഈ ഭൂമിയിലെ ഒരു പുൽക്കൂട്, ഭൂമിയിലെ സ്വർഗം. ഈ സ്വർഗം തീർക്കുക എന്നുള്ളത് തീർച്ചയായും നാം ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ പാട്ടിലാകാം, നമ്മുടെ പ്രവൃത്തിയിലൂടെയാകാം, ഒരു ചെറിയ ചിരിയിലൂടെയും ആകാം. സുന്ദരമായ പാട്ടിന് സുന്ദരമായ ചിന്തകൾ. ഈ ഒരു വേളയിൽ തീർച്ചയായും ഉണ്ണീശോ നല്ല നല്ല പാട്ടുകൾ കേട്ട് ഇങ്ങനെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഈ പാട്ടൊക്കെ ആസ്വദിച്ച് കിടക്കുന്നുണ്ടാവും. ഈശോയ്ക്ക് ഒരു നല്ല സുന്ദര പാട്ട് നമുക്ക് കേൾക്കാം. ഈശോയെ രാരീരം പാടി ആ സ്നേഹത്തണലിൽ നമുക്കും ഒരുമിച്ച് ചേർന്നിരിക്കാം.
ഹൃദയവും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് രാരീരം. കുറേ നേരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ കണ്ണ് നിറഞ്ഞു പോവാത്തവരായിട്ട് ആരാണുള്ളത്? ഈ ഒരു പാട്ടിൻ്റെ ഫീലിലേക്ക് വന്ന ഉറപ്പാണ് നമ്മളൊക്കെ പുൽക്കൂട്ടിൽ ആ ഉണ്ണീശോയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നമ്മുടെ മിഴികൾ തിളങ്ങും. അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ ഈ ഉടുപ്പിട്ട് ഇവിടെ ഇരിക്കുമ്പം ഒരാളെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാനായില്ല. അത് ഞങ്ങളുടെ സഭാസ്ഥാപകനായിട്ടുള്ള അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചാണ്. ഉണ്ണീശോയോട് ഭയങ്കര ഭക്തി ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് വിശുദ്ധ ഫ്രാൻസിസ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് G.K. ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ഒരു മഹാനായ എഴുത്തുകാരൻ ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നുണ്ട്. ഫ്രാൻസിസിന്റെ മിഴികളിലേക്ക് നോക്കിയ ആർക്കും അവർ ചെറുതാണെന്നൊരു തോന്നൽ അവനുണ്ടാക്കിയിട്ടില്ല. നമ്മുടെ മുന്നിലെത്തുന്ന മനുഷ്യർ ചിലപ്പോഴൊക്കെ നമ്മുടെ അഹങ്കാരം കൊണ്ടോ നമ്മുടെ തലയെടുപ്പ് കൊണ്ടോ ഒക്കെ തല താഴ്ത്തി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ ഫ്രാൻസിസിന്റെ മുന്നിൽ ആരും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല. ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ പിറന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുക. കാരണം കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെല്ലാൻ ആരാണ് പേടിക്കേണ്ടത്? ഒരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്കൊക്കെ കടന്നു ചെല്ലാൻ നമ്മളല്പം നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടാവും. അവരെന്ത് വിചാരിക്കും? അവിടെ ആരുണ്ടാവും? ഞാൻ ഓക്കെ ആണോ? പക്ഷേ ഒരു കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരാട്ടിടയനും പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ണീശോ കാലിത്തൊഴുത്തിൽ പിറന്നത് എനിക്കുറപ്പാണ് ലോകത്തിൽ ഒരു മനുഷ്യനും തങ്ങൾ ചെറുതാണെന്നൊരു തോന്നൽ കൊണ്ട് അവൻ്റെ മുന്നിൽ വരാൻ മടിക്കരുത് എന്നുള്ളൊരു സത്യം ലോകത്തോട് പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. അതെ, ഈശോയുടെ മുന്നിൽ എല്ലാവരും വിലപ്പെട്ടവരാണ് എന്നൊരു സന്ദേശമാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുക. കാലിത്തൊഴുത്തിൽ പിറന്ന ആ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന പാട്ട് ഇത് തന്നെയാണ്, കാലിത്തൊഴുത്തിൽ പിറന്നവനെ. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്.
ഇപ്പോൾ ഈ കാലിത്തൊഴുത്തിലെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഭയങ്കര എന്നാ പറയുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. ഈ കോഡ് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർക്ക് മനസ്സിലാവും ഈ പാട്ട് ഏതാണെന്ന്. കാരണം നമ്മുടെ പള്ളിയിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാത്രിക്ക് ഈ പാട്ടില്ലാത്ത ഒരു പള്ളി എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും. എൻ്റെ ഇടവപ്പള്ളിയിലൊക്കെ സ്ഥിരം പാട്ടാണത്. അപ്പം ഞാൻ ആ കോഡൊന്ന് പിടിച്ചു തരാം. ചേട്ടാ ഒന്ന് ട്രൈ ചെയ്യാമോ ഏതാന്ന്? ഞാൻ കോഡ് പിടിച്ചു തരാം. അപ്പോൾ സ്റ്റീവേ ആ കോഡൊന്ന് തരുവാണെങ്കിൽ ചേട്ടാ ഒന്ന് ഗസ് ചെയ്ത് പാടാൻ പറ്റുമെങ്കിൽ ഒന്ന് പാടും ഏതാണ്? ഇങ്ങനെയൊക്കെയാണോ ജോബിന്? അത് തന്നെ ആയിരിക്കും തോന്നുന്നു അല്ലേ? വളരെ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ പാട്ടിൻ്റെ ഞാൻ പറഞ്ഞ ഒരു ഗ്രേസ്. ഈ കോഡ് കേൾക്കുമ്പോൾ അറിയാം ഏത് പാട്ടാണ് അത്. ഇപ്പം ഞാനത് ട്രൈ ചെയ്താൽ എത്രമാത്രം ഭംഗിയാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പാട്ടിൻ്റെ ലിറിക്സിൽ കൂടെ കടന്നു പോകുമ്പോഴേ പെട്ടെന്ന് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് എനിക്ക് സമയം തരികയാണെങ്കിൽ ചെറിയൊരു എക്സ്പീരിയൻസ്, തീർച്ചയായിട്ടും ഒരു 10-20 കൊല്ലം പുറകിലേക്കാണ്. ഞാനൊരു +2 പഠിക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് ഉൾപ്രദേശത്താണ്. അതായത് കോഴിക്കോട് താമരശ്ശേരി രൂപതയിലെ ഒരു മലമ്പ്രദേശത്തുള്ള ഒരു കൊച്ചു പള്ളിയിലെ ഇടവക്കാരനാണ് ഞാൻ. അപ്പം ഞങ്ങൾ കുറേ യുവജനങ്ങൾ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഒരു 10-70 വീട്ടുകാരെ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വികാരിയച്ഛനൊന്നുമില്ല. അടുത്തുള്ള പള്ളിയിൽ നിന്ന് വന്നിട്ടാണ്. അപ്പോൾ കുറച്ച് യൂത്ത് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു യൂണിറ്റ് ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കരോള് ഉള്ളവരെല്ലാവരും കൂടെ കൂടി എല്ലാ വീടുകളിലും കൂടെ കരോള് പോകും. ഒരു 2-3 ടീമായിട്ട് തിരിഞ്ഞിട്ട് 2-3 വാർഡുകളേ ഉള്ളൂ. പക്ഷെ ഞാനിങ്ങനെ ഓർക്കുന്നത് അന്ന് ഒരു വലിയ മലയുടെ ഒരു ചെരുവിൽ ശരിക്കും ഒരു പോർട്രേറ്റ് പോലെ നമുക്കൊക്കെ മനസ്സിലത് ഭാവന കാണാം. ഒരു വലിയ മലയാണ്. അപ്പം അവിടേക്ക് ശരിക്കുള്ള വഴി പോലും ഇല്ല. അവിടെ ഒറ്റപ്പെട്ട ഒരു വീടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ കരോൾ ഉണ്ണീശോയും കൊണ്ട് ആ വീട്ടിൽ എത്തണം. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ അതിന് മുമ്പുള്ള വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ കുന്ന് കയറി ആ വീട്ടിലെത്തണം. അപ്പം ഞങ്ങളന്ന് ഒരു 10-12 പേരുണ്ട്. അപ്പോൾ നോർമലി ഉണ്ണീശോയെ നമ്മൾ കൊണ്ടുപോകുന്ന, നേരത്തെ ദീപ പങ്കുവെച്ചതുപോലെ ഒരു പ്ലേറ്റിൽ ഉണ്ണീശോയും ചുറ്റും കുറച്ച് പൂക്കളും പിന്നെ കുറച്ച് ചില്ലറ തുട്ടികളൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. മണ്ണെണ്ണ വിളക്ക്. അതെ അതെ, അത് പെട്രോമാക്സ് ആണ് അന്നത്തെ വെട്ടത്തിന്റെ ഒരു മാധ്യമം എന്ന് പറയുന്നത്. അങ്ങനെ ആ വീട്ടിൽ എത്താൻ കുറച്ച് ഏറെ സമയം എടുക്കും. എന്നാൽ അവിടെ പോയി തിരിച്ച് ഞങ്ങൾക്ക് പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ എത്തുകയും വേണം. ശരിക്കും റിസ്ക്കാണ്. അപ്പോൾ കൂടെയുള്ളവർ ചിലരൊക്കെ ചോദിക്കും, എന്തിനാ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ആ ഒരു വീട്ടിലേക്ക് എത്തേണ്ട കാര്യമുണ്ടോ? നമുക്ക് അറിയാലോ നമ്മൾ സമയത്ത് പള്ളിയിൽ എത്തിയില്ലെങ്കിലും. പക്ഷെ എന്നാൽ മുതിർന്നവർ പറയും അതല്ല, ഒരു വീട് പോലും നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. ഒരുപക്ഷെ അവർ നമ്മളെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നില്ലെങ്കിലത്തെ ഒരു അവസ്ഥ ഭയങ്കര സങ്കടകരമല്ലേ? അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയെ ഞങ്ങൾ പോയാൽ ഒത്തിരി ചുറ്റണം. അത് ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആകും. അപ്പം ഞങ്ങൾ ഇല്ലാത്ത വഴിയെ ഈ ആദ്യം പറഞ്ഞ പെട്രോമാക്സ് ഒക്കെ ആദ്യത്തെ വീഴ്ച തന്നെ അതിൻ്റെ മാൻഡിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് പോയി. അപ്പോൾ അത് കെട്ടുപോയി. പിന്നെയുള്ളത് ഈ ഒരു ഓടപ്പന്തമാണ്. ആ പന്തത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ വീണു ഉരുണ്ടുമൊക്കെ ഞങ്ങൾ ആ വീടിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടെ ഒരു കുഞ്ഞു പുൽക്കൂട് ഒരുക്കി അവർ ഞങ്ങളെ കാത്തിരിക്കുക. അപ്പോൾ ഈ വീഴ്ചയിൽ ഒരുപക്ഷെ ഉണ്ണീശോയുടെ ഒരു കൈയൊക്കെ ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം അത്ര റിസ്ക് എടുത്താണല്ലോ ഞങ്ങൾ ചെല്ലുന്നത്. എന്നാൽ പോലും ആ കൈയൊടിഞ്ഞ ഉണ്ണീനെ അവരുണ്ടാക്കിയ ചെറിയ പുൽക്കൂട്ടിൽ കിടത്തിയിട്ട് ഞാനൊന്നും കൂടെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ആ ഉണ്ണിയുടെ മുഖത്ത് കൂടുതൽ ഒരു പ്രകാശം എനിക്ക് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഉണ്ണി കൂടുതൽ പുഞ്ചിരിച്ചത് ആ പുൽക്കൂട്ടിൽ കിടന്നിട്ടാണ് ഞാനിപ്പോൾ ഓർക്കുക. അപ്പം അതേപോലെ ഈ യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിദൂരങ്ങളിലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സംഭവിച്ച ആ മഞ്ഞിൻ്റെ കുളിർമയിൽ നമുക്കറിയാമല്ലോ. അന്ന് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അവിടെയും കൂടി ഉണ്ണീശോയെ പിറന്നത് അറിയിച്ച സന്തോഷത്തിൽ തിരിച്ചു പോരുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം അങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ചില മലമുടക്കുകൾ ഇന്നും ഇങ്ങനെയൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയും കൂടെയാണ് ക്രിസ്മസ്. അപ്പം അങ്ങനെ ഒരു നനുത്ത ഓർമ്മ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി വരികയായിരുന്നു. അപ്പം ഞാൻ അവർക്ക് ആ പാട്ട് അച്ഛൻ്റെയൊക്കെ ശബ്ദത്തിലൊന്ന് കേൾക്കാനൊന്ന് സാധിച്ചാൽ ഈ ഒരു ക്രിസ്മസ് ഒരു പൂർണ്ണതയിലേക്ക് എത്തും തോന്നുന്നു. തീർച്ചയായിട്ടും അച്ഛൻ റെഡിയാണ് അല്ലേ? പാടാം നമുക്ക്.
തണ്ണകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, തണ്ണകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലക. ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. വളരെ നല്ലൊരു അനുഭവം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ഇങ്ങ് എത്തി. അതിൻ്റെ ഭയങ്കര ഭയങ്കര ഒരു അനുഭവമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചേച്ചിക്ക് എന്താണ് നമ്മുടെ ക്രിസ്മസ് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇപ്പം ഈ ഗാനം കേട്ടപ്പോൾ യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ, അത് എൻ്റെ കുഞ്ഞുനാൾ മുതലേ എപ്പോഴൊക്കെ പാതിരാ കുർബാനയ്ക്ക് പോയിട്ടുണ്ടോ അന്നൊക്കെ അത് ഒന്നെങ്കിൽ കുർബാന സ്വീകരണത്തിന് പാടിയിരിക്കും, അതല്ലെങ്കിൽ ലാസ്റ്റ് അത് പാടിയിരിക്കും. അത് ഇതുവരെ അത് ഞാൻ കേൾക്കാതിരുന്നിട്ടുമില്ല. അപ്പോൾ ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടുകൂടിയാണിത്. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാതിരാ കുർബാന തന്നെയാണല്ലോ. കുർബാന എന്ന് പറയുമ്പം അത് എത്തി നിൽക്കുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ടീന ചേച്ചിയുടെ കുറേ പാട്ടുകളൊക്കെ ഒത്തിരി എനിക്കിഷ്ടമാണ്, ഞാൻ കേൾക്കാറുമുണ്ട്. അപ്പോൾ അതിലൊരു പാട്ടിൻ്റെ ഒരു വരി എനിങ്ങനെ ഓർക്കുന്നുണ്ട്, കാലികൾക്ക് നടുവിൽ നീ പിറന്നുവല്ലോ എന്ന് പറഞ്ഞ്. ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ ഒരു 2 ലൈൻ ആരെങ്കിലും ഒന്ന് പാടുമായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. അപ്പോഴേക്ക് അതിൻ്റെ ഒരു നല്ല പാടാൻ പറ്റുമോ? അപ്പോഴേ നമ്മുടെ നല്ലൊരു സിംഗറാണ്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ ചേച്ചി പാടി തന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് അറിയുന്നതാണ് ചേച്ചീനെ. അപ്പോൾ ഈ പെട്ടെന്ന് ഈ പാട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ക്രിസ്മസായിട്ട് വളരെ കണക്റ്റഡ് ആണ് ഈ പാട്ട്. കാലികൾക്ക് നടുവിൽ നീ പിറന്നുവല്ലോ, ഒരു നല്ല പാട്ട്. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ, ഇൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ, കാലികൾക്കു
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയം എനിക്ക് തോന്നുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല ഡ്രമ്മിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. കാരണം കരോള് അടുത്ത് വരുന്ന ഒരു സമയമാണ് ക്രിസ്മസിൻ്റെ സമയം. അപ്പം വളരെ ആഘോഷപരമായിട്ട് നമുക്കിതൊന്ന് ആഘോഷിക്കണം. അപ്പോൾ നമ്മുടെ ഷാലോമിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഷാലോമിൻ്റെ കുടുംബാംഗങ്ങളാണ് അല്ലേ? നമ്മളങ്ങനെയാണ് അവരെ കാണുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ കരോൾ ഈശോനെ സ്വീകരിക്കാം. അതോടൊപ്പം നല്ല പഴയ നമ്മൾ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടുകളാണ്. കരോളിനൊക്കെ സ്ഥിരം കേൾക്കുന്ന പാട്ടുകളാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പാട്ടൊന്നും ഇല്ലാത്ത കരോളില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറിജിനൽ പാട്ട് മാറി നിൽക്കുക അവർ പാടുന്നത് കേൾക്കുമ്പം. അങ്ങനെ ഒരു പാട്ടാണ് പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ പാട്ട്. അത് നമുക്കത് ആ പാട്ടൊക്കെ ഒന്ന് പാടി നമുക്ക് ഈ ക്രിസ്മസ് കരോൾ നന്നായിട്ട് ഒന്ന് ആഘോഷിച്ച് റെഡിയല്ലേ? ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? അപ്പം നമ്മൾ എങ്ങനെ ആഘോഷിക്കാവോ ഈശോയിലാണ് ആഘോഷിക്കുന്നത്. അപ്പം ഈ കരോൾ ദിനം, ഈ ക്രിസ്മസ് ദിനം ഏറ്റവും വൈബാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും നല്ല പാട്ടുകൾ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുമിച്ച് ആ പാട്ടൊന്ന് പാടി നമുക്കിത് ആഘോഷമാക്കി മാറ്റാം. മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, കമ്പിളിയും കിന്നരവും താളവുമായി പാടും കമ്പിളിയും കിന്നരവും താളവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. ും ഗാസ്പറും ബെൽതസറും വാഴും രക്ഷകരിൽ രക്ഷകനാം മിശിഹാ പിറന്നദിനം. മേശരും കാസ്പറും ബെൽതസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാം മിശിഹാ പിറന്നദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ, പാടും കമ്പിളിയും കിന്നരവും താളവുമായി പാലും കമ്പിളിയും കിന്നരവും താളവുമായി ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങി മണ്ണിൽ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലവടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും പെണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും പെണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Dashing through the snow, and one horse open sleigh, on the fields we go, laughing all the way.
spirits bright. What fun it is to ride and sing a sleighing song tonight. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ക്രിസ്മസിൻ്റെ മനോഹരമായിട്ടുള്ള ഓർമ്മകളിലൂടെ, അതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഗാനങ്ങളിലൂടെ നമ്മുടെ ക്രിസ്മസ് ഓർമ്മകൾ നമ്മൾ അയവിറക്കുകയായിരുന്നു. എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പഴയ ഓർമ്മകളിലേക്ക്, കുട്ടിക്കാലത്തേക്കൊക്കെ തിരിച്ചു പോയെന്ന് മനസ്സിലാക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ഈവനിങ് ഇവിടെ ശാലോം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചത് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമാകാൻ, ദൈവത്തിൻ്റെ സംഗീതമാകാൻ, ഈശോയുടെ സന്ദേശമാകാൻ വളരെ പ്രത്യേകമായിട്ടുള്ള വിളി ലഭിച്ച ശാലോമിനും ശാലോം കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയ പാഠങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഈ ക്രിസ്മസ് കാലത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ജീവിതത്തിൽ സങ്കടങ്ങളോ വിഷമങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ അസുഖങ്ങളോ ഒന്നും വരില്ലെന്നല്ല, പക്ഷേ ക്രിസ്മസ് തരുന്ന ഉറപ്പ് ഇതിലെല്ലാത്തിലും നീ ഒറ്റയ്ക്കല്ല, കൂടെ ഒരുവനുണ്ടെന്നുള്ള ബോധ്യമാണ്. ആഘോഷങ്ങളും ആരവങ്ങളും ആർപ്പുവിളികളും കരോടുകളും ഒക്കെ കടന്നു പോകും. അതിൻ്റെ ഒക്കെ അപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയുന്ന ബോധ്യം ഇതായിരിക്കട്ടെ: ഈശോ കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയൊരു ഓർമ്മയിൽ ആ ഒരു വലിയ സന്ദേശം നമ്മളിൽ നിറയുന്നതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്കും പകർന്നു കൊടുക്കാനായിട്ട് ഈ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും ആശംസിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകർക്ക് ഞങ്ങളുടെയും ശാലോം കുടുംബത്തിൻ്റെയും പേരിൽ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങി മണ്ണിൽ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണിയേശു പിറന്നു. പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലവടക്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മണ്ണിലും പെണ്ണിലും മന്ദാസം പെയ്യും മധുര മനോ